ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള 2 റെസിപ്പീസാണ്. അപ്പോൾ അമ്മ സ്പെഷ്യൽ ഒഴിച്ചു കൂട്ടാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടി, ഒരു മിക്സ്ഡ് മെഴുക്ക് പുരട്ടി, ഇതും വളരെ ഈസിയാണ് ചെയ്യാനായി. അപ്പോൾ നമുക്കിത് ലഞ്ചിന് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ വേണമെങ്കിൽ നമുക്കിത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്തു. വെണ്ട, വഴുതന, ഒരു കോളിഫ്ലവറും ഉണ്ട്. അതിനെ ഇന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കോളിഫ്ലവറിനെ വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിൽ ചിലപ്പോൾ പുഴുവൊക്കെ കാണും. അപ്പോൾ അത് പോകാനാണ് നമ്മൾ തിളച്ച വെള്ളത്തിൽ നമുക്ക് കുറച്ച് സമയം ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് അത് നന്നായിട്ടൊന്ന് കഴുകി, ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് കഴുകി നമുക്കിതൊക്കെ അരിഞ്ഞ് എടുക്കാം. അപ്പോൾ നമുക്ക് കോളിഫ്ലവറിനെ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഒരു 1-2 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് മാറ്റിയിട്ട് ഇതിനെ ചെറുതായി പിരിച്ചെടുത്തിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. രണ്ട് വറ്റൽ കുറച്ച് വെക്കാം. നമുക്കിതെല്ലാം ഇനി നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ്. നമുക്കിത് അടപ്പെടുക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഒഴിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിലിടാം. ഫ്ലെയിം കൂട്ടരുത്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നമുക്ക് ഈ ടൈമിൽ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഒഴിച്ചുകറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതിന് ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിനുള്ള ഒരു പുളി എടുത്തിട്ടുണ്ട്. ഇതിനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം.
ഇപ്പോൾ നമുക്കിനി ഒഴിച്ച് കൂട്ടാനുള്ള കൂട്ട് അരച്ചെടുക്കാം. ഒരു തേങ്ങയുടെ ഒരു 1/4 ഭാഗം മതിയാകും. നല്ല പുറത്തു നിന്ന് ചിരകിയെടുക്കുന്ന തേങ്ങ ആണെങ്കിൽ നല്ലത്. ഒരു 4-5 ചെറിയ ഉള്ളി നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകി ഇതുപോലെ അരിഞ്ഞ് എടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എരിവിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മുളക് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കടുകിടാം. ചെറിയ ഉള്ളി 2-3 ചെറിയ ഉള്ളി അല്പം കുറയ്ക്കാം. ചെറിയ നമ്മൾ അരച്ച് വെച്ച കൂട്ടിൽ കുറച്ച് വെള്ളം കൂടെ നല്ലപോലെ വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇനി നമുക്ക് ഈ പുളി പിഴിഞ്ഞ് ഒഴിക്കാം. കുറച്ചുകൂടെ വെള്ളം പിഴിഞ്ഞ് ഒഴിക്കാം. ഇനി നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് പുളിയൊക്കെ നല്ല പാകത്തിനുണ്ടോ എന്നുള്ളത് നോക്കാം. നന്നായിട്ടൊന്ന് തിളക്കണം. ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കും. ഇപ്പോൾ ചോറിൽ ഒഴിച്ച് കഴിക്കുന്നത് നല്ല ലൂസിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കാനായി വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഉപ്പ് പുളിയൊക്കെ നമ്മുടെ എരിവ് എല്ലാം പാകത്തിനുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാം പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.